ഈ നിൽക്കാതെ പെയ്യുന്ന മഴയത്ത് എന്ന് പറഞ്ഞാൽ എന്തൊരു പണിയെടുക്കാനും ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. രാവിലത്തെ നമ്മൾ പരിപാടികൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുറേ സമയം വെറുതെ ഫോൺ നോക്കിയിരുന്നിട്ടോ പൊളിച്ചു മൂടി കിടക്കാനായിരുന്നു ഇഷ്ടം. പിന്നെ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. ഇപ്പോഴാണെങ്കിൽ മീൻ കഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റും, അങ്ങനെ രണ്ട് വിഭാഗക്കാരാണ്. അപ്പോൾ നമ്മളെന്തായാലും മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വഴുതനം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം പിടിക്കാമെന്ന് കരുതി. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു സംശയത്തോടെയാണ് ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങിയത്, വേസ്റ്റ് ആവുമോ എന്ന് കരുതിയിട്ട്. പക്ഷേ നല്ല അടിപൊളി സൂപ്പർ സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അങ്ങനെ നമ്മൾ വഴുതനൊക്കെ കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം 3 മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ ആർക്കും ഇഷ്ടമില്ലാന്ന്, അഥവാ എങ്ങാനും ഫ്ലോപ്പായി പോയി വേസ്റ്റ് ആക്കണ്ടല്ലോ ഫുഡ്. പിന്നെ അരിയുമ്പോൾ അതിൻ്റെ ആ ഒരു തണ്ട് കളയണ്ട കേട്ടോ. ഇനി ഈ വഴുതന അതുവരെ അരിഞ്ഞിട്ട് അത് വേറിട്ടെടുക്കാത്ത രീതിയിൽ ആ ഒരു അരിഞ്ഞെടുക്കാൻ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്കത് പൊരിക്കാനുള്ള മസാല കൂട്ടാട്ടോ. അപ്പോൾ നോർമൽ മസാല അല്ല, 1-2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വളരെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു ഇത്തിരി കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും മസ്റ്റായിട്ട് ചേർക്കണേ. ഇനി പാകത്തിന് വേണ്ട ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഈ ഒരു വഴുതനൻ്റെ മേലേക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം വഴുതനൻ്റെ ഉള്ളിലേക്കൊന്നും എന്തായാലും മസാല ഇറങ്ങൂല. ഇനി ഈ വഴുതന മുങ്ങിപ്പൊരിയാൻ പാകത്തിന് വലിയൊരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചല്ലേ ഞാൻ അതിൽ ആദ്യം പപ്പടം ഒന്ന് വറുത്തെടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായി നിൽക്കുന്ന എണ്ണ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിക്കാം. ഇനി അതൊക്കെ ഒന്ന് മൂത്ത് നല്ല സ്മെല്ല് വരും കേട്ടോ. ഈ സമയത്ത് നമുക്ക് മസാല പുരട്ടി വെച്ച വഴുതനങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായി, പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടോ കേട്ടോ. തീ കുറച്ചൊന്നും വേണ്ട, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഇത് ഫ്രൈ ആയി വരും. ചോറ് ഞാൻ രാവിലെ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിക്കാനും മറിക്കാനും ഒക്കെ നല്ല സിമ്പിൾ ആട്ടോ. ചോറിന്റെ പരിപാടി വഴുതനങ്ങ പൊരിച്ചതും ആയിട്ടോ. പിന്നെ തലേദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മോരുകറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സെറ്റ്. അപ്പോൾ എന്തായാലും വഴുതനങ്ങ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.